ഓക്കെ, നമ്മൾ ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞത് ഒതന്റിക്കേഷൻ മെത്തേഡ്സ് ആണ്. ഒതന്റിക്കേഷൻ മെത്തേഡ്സ് എന്ന് പറഞ്ഞാല് നമുക്ക് അറിയാം എന്താണ് ഒതന്റിക്കേഷൻ. ഫസ്റ്റ് പരിചയപ്പെടാം. ദ പ്രോസസ് ഓഫ് ചെക്കിംഗ് വെദർ എ പേഴ്സൺ ഓർ ഡിവൈസ് ഈസ് ട്രൂലി ഹൂ ദേ ക്ലെയിം ടു ബി. അഥവാ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഡിവൈസ്, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ ഇമെയിൽ ഐ ഡി ലോഗിൻ ചെയ്യണ സമയത്ത് ഈ ലോഗിൻ ചെയ്യണ സമയത്ത് ഗൂഗിൾ ചെക്ക് ചെയ്യും എന്ത്, ഈ ലോഗിൻ ഐ ഡി ഉപയോഗിച്ചിട്ട് അഥവാ ഈ ജിമെയിൽ ലോഗിൻ ചെയ്യുന്നത് ഇതിന്റെ യഥാർത്ഥ ഓണർ തന്നെയാണോ അല്ലയോ, അല്ലെങ്കിൽ ഏതെങ്കിലും സസ്പീഷ്യസ് ആയ ഡിവൈസിനാണോ ഇത് ഓൺ ആക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇപ്പൊ ഗൂഗിൾ ആവട്ടെ ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. അഥവാ ഇതിന്റെ റിയൽ യൂസർ തന്നെയാണ് എന്ത് ചെയ്യണത്, ഈ സാധനം ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു ഉറപ്പുവരുത്തൽ ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഒതന്റിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒതന്റിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡുകൾ നമുക്ക് നിലവിൽ നമ്മുടെ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയിൽ ഉണ്ട്. ആ മെത്തേഡുകൾ എന്ത് ചെയ്യാൻ എന്നാണ് പരിചയപ്പെടുക എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ആയിട്ട് ഇപ്പൊ നിങ്ങളെ മെമ്മറിയിലൊക്കെ പെട്ടെന്ന് കിട്ടുന്ന ഒരു ഒതന്റിക്കേഷൻ മെത്തേഡ് ആണ് 2 ഫാക്ടർ, അതുപോലെ തന്നെ OTP ഒക്കെ അല്ലെ. നമ്മള് ജിമെയിൽ ഒക്കെ യൂസ് ചെയ്യണ സമയത്ത് ചില സമയങ്ങളിൽ എന്ത് ചെയ്യും നമ്മളെ ജിമെയിൽ അക്കൗണ്ട് നമ്മളെ മൊബൈലിലേക്ക് ഒരു OTP അയക്കും. ഈ OTP വെച്ചിട്ട് പിന്നെ വെരിഫൈ ചെയ്താൽ മാത്രം എന്താവുള്ളൂ, നമുക്ക് പിന്നീട് നമ്മളെ യൂസിങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ ഇത്തരം ഒരു രീതിയിൽ നമ്മളെ അഥവാ ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പല പ്ലാറ്റ്ഫോമുകളും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒതന്റിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്, ഇത് നമ്മൾ തന്നെയാണോ എന്നുള്ള ആ ഒരു പ്രോസസ് ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ ഒതന്റിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതാണ് പറഞ്ഞത്, പ്രോസസ് ഓഫ് ചെക്കിംഗ് വെദർ എ പേഴ്സൺ ഓർ എ ഡിവൈസ് ഈസ് ട്രൂലി ഹൂ ദേ ക്ലെയിം ടു ബി. അവര് പറയുന്ന മാതിരി തന്നെ ഇത് അവർ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ ഒതന്റിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഒരു ഉദാഹരണം, when you log into your email or online banking, the system challenges you to prove your identity. അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും, നമ്മൾ ഐഡന്റിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചിലപ്പോൾ അത് OTP ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഫിംഗർ പ്രിന്റ് വെക്കാൻ പറഞ്ഞിട്ടാവാം. അപ്പോൾ ഇതിന്റെ റിയൽ യൂസർ അല്ല ഇത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് OTP കിട്ടില്ല, അതുപോലെ തന്നെ അയാൾക്ക് ഫിംഗർ പ്രിന്റ് യൂസ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഫിംഗർ പ്രിന്റ് യൂസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അയാൾക്ക് അത് ആക്സസ് ചെയ്യാനും കഴിയില്ല, ഇമെയിൽ ഓപ്പൺ ആക്കാനും കഴിയില്ല. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഡാറ്റകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ് ഒതന്റിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തുകൊണ്ട് ഒതന്റിക്കേഷൻ ഇമ്പോർട്ടന്റ് ആകുന്നു? ഒന്ന്, പ്രൊട്ടക്ട് പേഴ്സണൽ ഡാറ്റ അല്ലെ. നമ്മുടെ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇങ്ങനെ നമ്മുടെ ഇമെയിൽ ഐ ഡിയും നമ്മുടെ പാസ്വേഡും കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും ലോഗിൻ ചെയ്യാമെന്ന് പറ്റുന്ന രൂപത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളെ പേഴ്സണൽ ഡാറ്റയ്ക്ക് എന്തില്ല, ഒരു പ്രൊട്ടക്ഷനും ഇല്ല. കാരണം ആർക്കും ലോഗിൻ ചെയ്യാലോ. പക്ഷേ ഇവിടെ ഇത്തരത്തിലുള്ള ഒതന്റിക്കേഷൻ മെത്തേഡുകൾ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഡാറ്റകൾ ലോഗിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ അത്തരത്തിൽ നമ്മുടെ പേഴ്സണൽ ഡാറ്റകൾ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റോപ്പ് ഹാക്കേഴ്സ് അല്ലെ, ഇനി കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ സേഫ് ഗാർഡ്സ് കീ ഇൻഫോ, കീപ് അക്കാദമിക് റെക്കോർഡ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് കോൺഫിഡൻഷ്യൽ ഓർഗനൈസേഷൻ ഡാറ്റ സേഫ് ഫ്രം ലീക്സ്. അപ്പോ നമ്മുടെ ഇമെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് ഒക്കെ ഹാക്ക് ആയി പോയി കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ഒരുപാട് അക്കാഡമിക് റെക്കോർഡുകൾ, അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിനുള്ള ഒരുപാട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ ഇതൊക്കെ അതിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത്തരം റെക്കോർഡുകളൊക്കെ സേഫ് ആയി വെക്കാനും ഇത്തരത്തിലുള്ള ഒതന്റിക്കേഷൻ മെത്തേഡുകൾ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ബിൽഡ് സെക്യൂരിറ്റി ഹാബിറ്റ്സ്, റീഎൻഫോഴ്സസ് ഡിജിറ്റലി സെക്യൂർലി അവയർനെസ് ആൻഡ് എൻകറേജസ് ബെസ്റ്റ് പ്രാക്ടീസസ് ഫോർ ഓൺലൈൻ സേഫ്റ്റി എമംഗ് യൂസേഴ്സ്. അപ്പൊ മൊത്തത്തില് ഒരു ഡിജിറ്റൽ സെക്യൂരിറ്റി അവയർനെസ്, മൊത്തത്തിൽ ഒരു ഡിജിറ്റൽ സെക്യൂരിറ്റി ബോധം ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കാനും എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള ഒരു സെക്യൂരിറ്റി ഹാബിറ്റ്സ്, അഥവാ തോന്നിയ പോലെ എല്ലായിടത്തും ഇങ്ങനെ പാസ്വേഡും കാര്യങ്ങളും ഷെയർ ചെയ്യാതെ ഇതൊക്കെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടെടുക്കാനുള്ള ഒരു ഹാബിറ്റ് ഉണ്ടല്ലോ, ഒരു സെക്യൂരിറ്റി ഹാബിറ്റ്. നമ്മുടെ ഹെൽത്ത് ഹാബിറ്റ് എന്നൊക്കെ പറഞ്ഞ മാതിരി തന്നെ ഒരു സെക്യൂരിറ്റി ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള ഒതന്റിക്കേഷൻ മെത്തേഡുകൾ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി എന്തെല്ലാം ടൈപ്പ് ഓഫ് ഒതന്റിക്കേഷൻ സിസ്റ്റം നമുക്കുണ്ട് എന്നുള്ളതാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒതന്റിക്കേഷൻ മെത്തേഡ്സും ഉണ്ട്, ഒതന്റിക്കേഷൻ സിസ്റ്റംസും ഉണ്ട്. ഓക്കെ, ഒതന്റിക്കേഷൻ മെത്തേഡ്സിൽ നമുക്ക് 1, 2, 3, 4, 5 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒതന്റിക്കേഷൻ സിസ്റ്റത്തിൽ നമുക്ക് 3 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, സിമ്പിൾ ആണ്, നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. അതിൽ ഒന്നാമത് സിംഗിൾ ഫാക്ടർ ഒതന്റിക്കേഷൻ. ഓക്കെ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇപ്പൊ നമ്മൾ അതിന്റെ ഒരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്ലാറ്റ്ഫോമിൽ കയറുന്നു, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ യൂസർ നെയിം എൻ്റർ ചെയ്യുന്നു, പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു. അപ്പൊ സിസ്റ്റം, ഇപ്പൊ നമ്മൾ ഗൂഗിളിലാണ് ലോഗിൻ ചെയ്യണമെങ്കിൽ ആ സിസ്റ്റം എന്ത് ചെയ്യും, ഗൂഗിൾ എന്ന സിസ്റ്റം എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു യൂസർ നെയിം പാസ്വേഡും ചെക്ക് ചെയ്യും. അത് കറക്റ്റ് ആണെന്ന് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് അതിലേക്കുള്ള ആക്സസ് തരും. അപ്പൊ ഇനി തെറ്റായിട്ടാണ് അടിച്ചിരിക്കുന്ന അതിലേക്കുള്ള ആക്സസ് നമുക്ക് എന്ത് ചെയ്യും, ഡിനേ ആവും, നമുക്ക് ഗ്രാൻഡ് ആവില്ല. ഓക്കെ,
അപ്പൊ ഇതാണ് എന്ത് ഒരു സിംഗിൾ ഫാക്ടർ ഒതന്റിക്കേഷൻ. ഒറ്റ ഫാക്ടർ വെച്ചിട്ട് നമ്മൾ ഒതന്റിക്കേറ്റ് അഥവാ നമ്മൾ തന്നെയാണ്. അപ്പോൾ പാസ്വേഡ് എന്നുള്ള ഒറ്റ ഫാക്ടർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ യൂസർ നമ്മൾ തന്നെയാണെന്ന് ഇവിടെ ഒതന്റിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈ വൾണറബിലിറ്റി അല്ലേ, നല്ല വൾണറബിലിറ്റി കൂടുതലാണ്. എന്താണ് കാരണം, ഈ പാസ്വേഡ് ഈസ് സ്റ്റോളൻ ദ അക്കൗണ്ട് ഈസ് കോംപ്രമൈസ്ഡ് ഇമ്മീഡിയറ്റ്ലി. കാരണം പാസ്വേഡ് എങ്ങാനും കളവ് പോയി കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് എന്ത് ചെയ്യും, ഹാക്ക് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഇത്തരത്തില് ഒറ്റ ഫാക്ടർ, ഇവിടെ ഇപ്പൊ നമ്മള് ഒരു യൂസർ നെയിം ഒരു പാസ്വേഡ്, അപ്പൊ പാസ്വേഡ് എന്ന ഒറ്റ ഫാക്ടർ ഉപയോഗിച്ചിട്ടാണ് ഈ ഇമെയിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മളെ കമ്പനിക്ക് ഉറപ്പ് കൊടുത്തത്. അപ്പൊ നമ്മൾ ഇവിടെ ഒറ്റ ഫാക്ടർ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി അടുത്തത് എന്തെയ്ക്കും, സിമ്പിൾ ആയിട്ട് അപ്പൊ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് എന്തെയ്ക്കും, ടു ഫാക്ടർ ഒതന്റിഫിക്കേഷൻ ആണ് 2FA. 2FA എന്താണ്, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പാസ്വേഡ് അടിക്കുന്നു, അതിനൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, ഒരു OTP വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പുഷ് നോട്ടിഫിക്കേഷൻ വെച്ചിട്ടൊക്കെ എന്ത് ചെയ്യും, ഇത് നമ്മൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കമ്പനി എന്ത് ചെയ്യും, ഉറപ്പുവരുത്തും. അപ്പൊ ഇത്തരത്തിലുള്ള വെരിഫിക്കേഷൻ ഇവിടെ രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ചു, ഒന്ന് പാസ്വേഡും ഉപയോഗിച്ചു, പിന്നെ OTPയും എന്ത് ചെയ്തു ഉപയോഗിച്ചു. അപ്പൊ രണ്ട് സാധനങ്ങൾ മൾട്ടി ഫാക്ടർ ആണ് അല്ലെ, രണ്ട് ഫാക്ടർ ഉപയോഗിച്ചിട്ടാണ് ഈ യൂസ് ചെയ്യുന്ന യൂസർ റിയൽ യൂസർ ആണെന്ന് ഈ കമ്പനി ഉറപ്പുവരുത്തിയത്. അപ്പൊ ഇവിടെ രണ്ട് ഫാക്ടർ എന്ത് ചെയ്തു, യൂസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ബോത്തും കറക്റ്റ് ആവണം. അപ്പൊ പാസ്വേഡ് ശരിയായി OTP തെറ്റായി കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, ഇയാൾക്ക് ഇതിനുള്ളിൽ കയറാൻ കഴിയില്ല. രണ്ടും ശരിയാവണം. രണ്ടും ശരിയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഇമെയിലിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് കഴിയുള്ളൂ. ഇത് നോർമലി നിങ്ങൾ ഇമെയിലിലേക്ക് കാണാനില്ല അല്ലേ, ഇപ്പൊ ഒരു 6 മാസം 7 മാസം കഴിയുമ്പോൾ എന്ത് ചെയ്യും, സാധാരണ നമ്മൾ ഇമെയിൽ യൂസ് ചെയ്യണ സമയത്തൊക്കെ എന്ത് ചെയ്യും, നമുക്ക് മെയിൽ ഐഡിയും പാസ്വേഡും വെച്ച് കയറാൻ പറ്റും. ഒരു ചില 6 മാസം 7 മാസം കൂടുമ്പോൾ എന്ത് ചെയ്യും, ചില സമയത്ത് ഇത്ര OTP വെച്ചിട്ട് റീലോഗിൻ ചെയ്യേണ്ട അവസ്ഥകളൊക്കെ ജിമെയിലിൽ വരാറുണ്ട്. അതൊക്കെ നമ്മുടെ ഡാറ്റകളുടെ പ്രൈവസിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഓൺ ആക്കി വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ അടുത്ത് ഒരുപാട് യൂട്യൂബർമാരുടെ യൂട്യൂബ് ചാനലൊക്കെ ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നു. ആ സമയത്തൊക്കെ ഗൂഗിൾ വീണ്ടും നമ്മളെ മെയിലിൽ അയച്ച് നമ്മളെ ബോധ്യപ്പെടുത്തിയിരുന്നു വെച്ചാൽ എല്ലാവരും അവനവന്റെ ജിമെയിൽ അക്കൗണ്ടുകളിൽ 2 ഫാക്ടർ ഒതന്റിഫിക്കേഷൻ ചെയ്യണം. അഥവാ വെറും പാസ്വേഡ് മാത്രം ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുന്ന സിസ്റ്റത്തിൽ നിന്ന് മാറി എപ്പോഴും ജിമെയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് രണ്ട് ഫാക്ടർ വെച്ച് ലോഗിൻ ചെയ്യുന്ന ആ ഒരു രീതിയിലോട്ട് മാറാനൊക്കെ അന്ന് ഗൂഗിൾ നന്നായിട്ട് എന്ത് ചെയ്തിരുന്നു, എല്ലാവരെയും ബോധവൽക്കരണം നടത്തിയിരുന്നു. അത് ഇനിയും ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ ഡാറ്റകൾ അത്രയും ഇമ്പോർട്ടന്റ് ആണ്, അപ്പൊ ഇനിയും ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ചെയ്യണം, കാരണം അതൊരു ഇമ്പോർട്ടന്റ് ഘടകം തന്നെയാണ്. ഇനി ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, മച്ച് മോർ സെക്യൂർ ദാൻ SFA അല്ലെ, സിംഗിൾ ഫാക്ടർ ഒതന്റിഫിക്കേഷനേക്കാൾ ഒന്നുകൂടി സെക്യൂരിറ്റി കൂടിയതാണ് എന്ത്, നമ്മുടെ ഈ 2 ഫാക്ടർ ഒതന്റിഫിക്കേഷൻ എന്നുള്ളത്. അതുപോലെ തന്നെ ചെറിയൊരു ടൈം ഡിലേ ഉണ്ട് അല്ലെ, കാരണം മറ്റേ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, ഒരു പെട്ടെന്ന് ഒരു ആവശ്യത്തിനാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു പാസ്വേഡ് അടിച്ച് കയറേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു ടൈമിന്റെ ഒരു ഡിലേ വരുന്നുണ്ട്, എങ്കിലും നമുക്ക് സെക്യൂരിറ്റി ആണല്ലോ എപ്പോഴും ഇമ്പോർട്ടന്റ്. അവിടെ നമ്മൾ സമയം നോക്കി നിന്നിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ ആ ഒരു ടൈം ഡിലേ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ SFA-നേക്കാൾ ഒന്നുകൂടി സെക്യൂർ ആയ ഒരു വേർഷൻ ആണ് ഈ 2 ഫാക്ടർ ഒതന്റിഫിക്കേഷൻ എന്ന് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക. ഇനി അതിന്റെ മാക്സിമം സെക്യൂരിറ്റി, നമ്മുടെ ഇതിന്റെ ഈ പറഞ്ഞ ഈ ഒരു ഗണത്തിൽ വരുന്ന, മറ്റേ പറഞ്ഞ ഇത് ബേസിക് സെക്യൂരിറ്റി വിഭാഗത്തിലാണ്, ഇത് കുറച്ചും കൂടി എൻഹാൻസ്ഡ് ആയ സെക്യൂരിറ്റി വിഭാഗത്തിലാണ് ഇത് വരുന്നത്. ഇനി അതിന്റെ മാക്സിമം സെക്യൂരിറ്റി ഗണത്തിൽ വരുന്ന സാധനമാണ് മൾട്ടി ഫാക്ടർ ഒതന്റിഫിക്കേഷൻ അല്ലെങ്കിൽ MFA നമ്മൾ പറയുന്ന സാധനം. അവിടെ നമുക്ക് എന്ത് വേണ്ടി വരും, ഒരു പാസ്വേഡ്, അതുപോലെ തന്നെ ഒരു പിൻ നമ്പർ, പിന്നെ ഫോണ്, അതിനോടൊപ്പം തന്നെ ഫിംഗർ പ്രിന്റോ ഫേസ് ഐഡിയോ അല്ലെങ്കിൽ ടോക്കണോ കാർഡോ ഒക്കെ വെക്കേണ്ടി വരും. ഇപ്പൊ നമ്മൾ ഈ ടോക്കൺ കാർഡ് എന്നൊക്കെ പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറയാണ്. ഇപ്പൊ നമ്മൾ ഈ കമ്പനികളൊക്കെ യൂസ് ചെയ്യണ സമയത്ത് ചില കമ്പനികളിലൊക്കെ അവരുടെ കമ്പനീന്റെ ഒരു പോർട്ടൽ ഉണ്ടാവുമല്ലോ, ഇപ്പൊ നമ്മൾ സ്റ്റുഡന്റ് പോർട്ടൽ ഒക്കെ ലോഗിൻ ചെയ്യണ മാതിരി കമ്പനീന്റെ ഒരു പോർട്ടൽ ഉണ്ടാവുമല്ലോ. ആ കമ്പനീന്റെ പോർട്ടൽ ലോഗിൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് പാസ്വേഡ് മാത്രം അടിച്ചാൽ പോരേക്കും. ചിലപ്പോൾ കമ്പനി നമുക്ക് എന്ത് ചെയ്യും, ഒരു പെൻ ഡ്രൈവ് ഒക്കെ തരും. അപ്പൊ ഈ പെൻ ഡ്രൈവ് ജസ്റ്റ് നമ്മളെ കമ്പ്യൂട്ടറിൽ കുത്തി കഴിഞ്ഞാൽ ഈ പെൻ ഡ്രൈവിന്റെ ഉള്ളിൽ നമ്മളെ പാസ്വേഡുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മള് കമ്പനിയിൽ ജോലിക്ക് കയറുന്ന സമയത്ത് ജസ്റ്റ് നമ്മളെ ലാപ്ടോപ്പിലേക്ക് പെൻ ഡ്രൈവ് കുത്തി കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ പെൻ ഡ്രൈവിൽ നിന്ന് നമ്മളെ പാസ്വേഡ് പോയിട്ട് ആ പെൻ ഡ്രൈവ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആ ഒരു പോർട്ടൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ രീതിയിലൊക്കെ സെറ്റപ്പ് ചെയ്യുന്ന പരിപാടികളുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഈ പെൻ ഡ്രൈവ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ടോക്കൺ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ ടോക്കൺ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ഈ പോർട്ടൽ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മൾ പെൻഡ്രൈവിന് അപ്പുറം ഇപ്പോ ചില കമ്പ്യൂട്ടറിൽ ചില കമ്പനികളിൽ CD ആവാം, ഹാർഡ് ഡിസ്ക് ആവാം. അപ്പൊ ടോക്കണുകളുടെ രൂപങ്ങൾ മാറാം. എല്ലാത്തിനും കോമൺ ആയിട്ട് നമ്മൾ ടോക്കൺ എന്നുള്ള ടേമാണ് എന്ത് ചെയ്യാറുള്ളത്, യൂസ് ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ ചില കമ്പനികളിൽ സ്മാർട്ട് കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. സ്മാർട്ട് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്മാർട്ട് കാർഡ് പറഞ്ഞാൽ ഇതിപ്പോ ഫിസിക്കൽ ആയിട്ടാണ് നമ്മുടെ കയ്യിലുള്ളത്. പെൻ ഡ്രൈവ് പോലെ സാധനങ്ങൾക്ക് ഫിസിക്കൽ ആയിട്ട് നമ്മുടെ കയ്യിലുള്ളതാണല്ലോ. അപ്പോൾ സ്മാർട്ട് കാർഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇപ്പൊ നമുക്ക് ഡിജിറ്റൽ ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ആവശ്യമുള്ള സമയങ്ങളിൽ എന്ത് ചെയ്യാം,
നമ്മളിപ്പോൾ ഇത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ കമ്പ്യൂട്ടറിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഈ സ്മാർട്ട് കാർഡ് ഇത് വെച്ച് എന്ത് ചെയ്യും, നമുക്ക് ലോഗിൻ എനേബിൾ ആക്കി തരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് ഫിസിക്കലായിട്ട് അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾഡ് ആയിരിക്കും ഈ സ്മാർട്ട് കാർഡ്. അപ്പൊ നമ്മൾ നമ്മളെ കമ്പനി പോർട്ടലിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഈ സ്മാർട്ട് കാർഡ് ഓട്ടോമാറ്റിക്കലി എനേബിൾ ആയിട്ട് എന്ത് ചെയ്യും, നമ്മളെ കമ്പനി പോർട്ടലിലേക്ക് നമുക്ക് എൻറ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനത്തെ ഇവിടെ ഇപ്പൊ 2 ഫാക്ടറാണ് ഉപയോഗിച്ചത്. അതിൽ അപ്പം 3-ലധികം, അപ്പോ ഓക്കെ 3-ലധികം ഫാക്ടറുകൾ ഉപയോഗിച്ചിട്ട് ഒതന്റിഫിക്കേഷൻ ചെയ്യുന്ന മെത്തേഡ് ആണിത് മൾട്ടി ഫാക്ടർ ഒതന്റിഫിക്കേഷൻ. സിമ്പിൾ ആണ് മനസ്സിലാക്കാൻ. ഒറ്റ ഫാക്ടർ ഉപയോഗിച്ച്, അഥവാ ഒരു യൂസർ നെയിമും പാസ്വേഡ് മാത്രം ഉപയോഗിച്ച് ചെയ്യുന്നത് സിംഗിൾ ഫാക്ടർ. പിന്നെ യൂസർ നെയിമും പാസ്വേഡിന്റെ ഒപ്പം വേറെ ഒന്നും കൂടി എന്തെങ്കിലും OTP അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെച്ചിട്ട് വെരിഫൈ ചെയ്യുന്ന മെത്തേഡ് 2 ഫാക്ടർ ഒതന്റിഫിക്കേഷൻ. പിന്നെ മൾട്ടി ഫാക്ടർ ഒതന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 3-ലധികം മെത്തേഡുകൾ വെച്ചിരുന്നത് നമ്മുടെ ഇത് നമ്മൾ തന്നെയാണ്. ഇതിന്റെയൊക്കെ ഹോൾ കോൺസെപ്റ്റ് പറഞ്ഞാല് ഈ യൂസ് ചെയ്യുന്ന യൂസർ, ഇപ്പൊ ജിമെയിൽ യൂസ് ചെയ്യുന്ന യൂസർ ആവട്ടെ, യൂട്യൂബ് യൂസ് ചെയ്യുന്ന യൂസർ ആവട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിങ് ആപ്പ് യൂസ് ചെയ്യുന്ന യൂസർ ആവട്ടെ, ബാങ്ക് വെരിഫൈ ചെയ്യാണ് ഇതിന്റെ ഈ അക്കൗണ്ട് ഹോൾഡർ തന്നെയാണ്, ഈ അക്കൗണ്ടിന്റെ ഉടമ തന്നെയാണ് ഈ ബാങ്കിങ് ആപ്പിലേക്ക് ലോഗിൻ ചെയ്തിട്ടുള്ളത്, അല്ല വേറെ ആരും അല്ല എന്ന് ഉറപ്പുവരുത്താൻ ഇവർ ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ് ഈ സംഭവങ്ങളൊക്കെ. അപ്പൊ ആ ഉറപ്പുവരുത്തുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഒതന്റിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അഥവാ ഈ ഉപയോഗിക്കുന്ന ഈ യൂസർ, ഈ ബാങ്ക് യൂസർ ഇയാൾ തന്നെയാണ്, മറ്റാരുമല്ല, ഒരു തേർഡ് പാർട്ടി ആളല്ല ഇത് ഉപയോഗിക്കുന്നത് ഉറപ്പുവരുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം ആണ് എന്ത്, ഈ പറഞ്ഞതൊക്കെ. അപ്പൊ അതിന് ഒരുപാട് ടൈപ്പ് ഓഫ് സിസ്റ്റങ്ങൾ ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ SFA ഉണ്ട്, 2FA ഉണ്ട്, MFA ഒക്കെ ഉണ്ട്. ഇനി ഇതിന്റെ വെരി സ്ട്രോങ് ആണ് അല്ലെ MFA എന്നുള്ളത്. കാരണം ഈവൻ ഇഫ് വൺ ഫാക്ടർ ലൈക്ക് പാസ്വേഡ് ഈസ് ഹാക്ഡ്, അഥവാ ഇപ്പൊ നമ്മളെ പാസ്വേഡ് ഹാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാലും അതേസ് പ്രൊട്ടക്ട് ദ അക്കൗണ്ട് അല്ലേ. കാരണം പാസ്വേഡ് ഹാക്ക് ചെയ്ത കിട്ടിക്കൊണ്ട് മാത്രം എന്ത് ചെയ്യുക, നമ്മളെ അക്കൗണ്ടിലേക്ക് കയറാൻ കഴിയില്ല. അതിനൊപ്പം തന്നെ അയാൾക്ക് നമ്മുടെ മറ്റ് വെരിഫിക്കേഷൻ മെത്തേഡുകൾ കൂടി അയാൾക്ക് കിട്ടേണ്ടി വരും, എങ്കിൽ മാത്രമേ നമ്മളെ അക്കൗണ്ടിലേക്ക് കയറാൻ കഴിയുള്ളൂ. അപ്പൊ പാസ്വേഡ് മാത്രം ഹാക്ക് മറ്റോടത്ത് വെച്ചാൽ SFA വെച്ചാൽ പാസ്വേഡ് ഹാക്ക് ചെയ്താൽ തന്നെ നമ്മൾ മൊത്തം ഡാറ്റകൾ എന്തെങ്കിലും ലീക്ക് ആയി പോയെന്നുള്ളതാണ്. പക്ഷെ ഇവിടെ പാസ്വേഡ് മാത്രം ഹാക്ക് ചെയ്യപ്പെട്ട് കാര്യമില്ല, മൊത്തം ലീക്ക് ചെയ്യണം. അങ്ങനെ മൊത്തം ലീക്ക് ചെയ്യാന്നുള്ള ഭയങ്കര ഒരു കോംപ്ലക്സ് ആണ്, അങ്ങനെ കഴിയൂല. കാരണം ഫിംഗർ പ്രിന്റ് പോലുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ മൾട്ടി ഫാക്ടർ ഒതന്റിഫിക്കേഷനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇമ്പോസിബിൾ ആയി സാധനങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ എപ്പോഴും MFA ആണ് ഏറ്റവും ഹൈ സെക്യൂർ ഗ്രേഡിൽ എന്ത് ചെയ്യുന്നത് വരുന്നത്. ഇനി അടുത്തത് ഒതന്റിക്കേഷൻ മെത്തേഡുകളാണ്. ഓക്കെ, ഒതന്റിക്കേഷൻ മെത്തേഡുകൾ അഥവാ ഈ ഒതന്റിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം മെത്തേഡുകൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയിൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ അത് ഒന്നും കൂടി സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ ഒരു ടേബിൾ വൈസിൽ മനസ്സിലാക്കുന്നേക്കും തോന്നുന്നു. ഓക്കെ, ഒന്നുകൂടി സിമ്പിൾ ആയി മനസ്സിലാക്കാൻ. ഓക്കെ, അതിൽ ഒന്നാമത്തത് മെത്തേഡ് പാസ്വേഡ് ആണ്. പാസ്വേഡ് ഉപയോഗിച്ചുള്ള മെത്തേഡാണ്. പാസ്വേഡ് ഉപയോഗിച്ചുള്ള മെത്തേഡ് നിങ്ങൾക്ക് അറിയാലോ. അഥവാ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു യൂസർ നെയിം അടിക്കുന്നു, ലോഗിൻ ചെയ്യാൻ വേണ്ടി അതിന്റെ ഒപ്പം പാസ്വേഡ് അടിച്ച് കയറുന്നു, ആ ഒരു മെത്തേഡാണിത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു സീക്രട്ട് വേർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൈസുകളൊക്കെ എന്ത് ചെയ്യും പാസ്വേഡ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഈസി ടു യൂസ് ആൻഡ് ഫെമിലിയർ. കാരണം നമുക്ക് ഭയങ്കര സിമ്പിൾ ആണ് ഇത് യൂസ് ചെയ്യാൻ അല്ലേ. അതുപോലെ നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടൊരു മെത്തേഡ് കൂടിയാണ്. പക്ഷേ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണ്, ഈസിലി ഹാക്ക്ഡ് ഓർ സ്റ്റോൾഡ് അല്ലെ. സിമ്പിൾ ആയിട്ട് ഇത് ഹാക്ക് ചെയ്യാനും മോഷ്ടിക്കപ്പെടാനും സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അല്ലെ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ടോക്കൺ ആണ്. ടോക്കൺ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ഡിവൈസ് ആയിരിക്കും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില കമ്പനികളിലൊക്കെ കമ്പനി പോർട്ടൽ ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പെൻഡ്രൈവ് കുത്തിയിട്ടാണ് ലോഗിൻ ചെയ്യുക. അപ്പൊ പെൻഡ്രൈവ് കുത്തിയില്ലെങ്കിൽ നമുക്ക് അതിലേക്ക് ലോഗിൻ ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ ചില കമ്പനികളിൽ എന്ത് ചെയ്യും, HW കീ എന്ന് പറഞ്ഞ പോലെ അതൊരു ഡിജിറ്റൽ സ്മാർട്ട് കാർഡ് ആണ്. അപ്പൊ അതെന്ത് ചെയ്യും, നമ്മൾ കമ്പനിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ കമ്പനി നമ്മുടെ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ എപ്പോഴൊക്കെ കമ്പനി പോർട്ടലിലേക്ക് കയറുന്നു അപ്പോഴൊക്കെ ഈ സ്മാർട്ട് കാർഡ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി എനേബിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, കമ്പനി പോർട്ടലിലേക്കുള്ള ആക്സസ് തരും എന്നുള്ളതാണ്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്, ഹാർഡ് ടു സ്റ്റീൽ ഓൺലൈനായിട്ട് ഇത് സ്റ്റീൽ ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് ഫിസിക്കൽ ഡിവൈസ് ആണല്ലോ അല്ലെ. ഈ പെൻഡ്രൈവ്, ഹാർഡ് ഡിസ്ക് പോലെ സാധനങ്ങൾ ഫിസിക്കൽ ഡിവൈസുകളാണ്. കാരണം ഈ ഫിസിക്കൽ ഡിവൈസ് കുത്തിയാൽ മാത്രം എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, നമുക്ക് ഈ പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അത് ഓൺലൈനായിട്ട് പൊക്കാൻ കഴിയില്ല. കാരണം ഇത് ഫിസിക്കൽ ആയിട്ടുള്ള സാധനമാണ്, ഓൺലൈനായിട്ട് ഒരിക്കലും ഹാക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണ്, ക്യാൻ ബി ലോസ്റ്റ് ഓർ ഡാമേജ് അല്ലേ. നമുക്ക് ചിലപ്പോൾ ഇത് നമ്മൾ കയ്യിൽ നഷ്ടപ്പെട്ടേക്കാം അല്ലേ. അല്ലെ, അപ്പൊ നമ്മൾ ബസ്സിൽ പോകണം സമയത്ത് നമ്മളെ ബാഗിൽ നിന്ന് വീണ് പോവുക, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാം, ചിലപ്പോൾ ഈ പെൻഡ്രൈവോ ഹാർഡ് ഡിസ്ക് ഒക്കെ നഷ്ടപ്പെട്ടേക്കാം. അല്ലെങ്കിൽ ഡാമേജ്ഡ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണത്താൽ വെള്ളത്തിൽ മുങ്ങിയിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് ഡാമേജ് ആയി പോകാനും സാധ്യത ഉണ്ടല്ലോ. അപ്പൊ ഈ ടോക്കണുകൾക്ക് ഇങ്ങനൊരു കുറച്ചും കൂടി പ്രൊട്ടക്ഷൻ കൂടിയ സാധനമാണ്, എങ്കിലും ഇങ്ങനൊരു ഡിസഡ്വാൻറ്റേജ് ഇതിനുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി മൂന്നാമത്തത് ബയോമെട്രിക് ആണ്. ബയോമെട്രിക്കിൽ നമ്മൾ യൂസ് ചെയ്യല് ഫിംഗർ പ്രിന്റോ അല്ലെങ്കിൽ ഫേസ് ഐഡിയോ അല്ലെങ്കിൽ ഐറിസ് ഒക്കെയാണ് യൂസ് ചെയ്യല്. ഇത് ഫാസ്റ്റ് ആൻഡ് വെരി സെക്യൂർ ആണ് അല്ലെ. പെട്ടെന്ന് തന്നെ നമുക്ക് കയറാൻ കഴിയും. അതുപോലെ തന്നെ വെരി സെക്യൂർ ആണ്. കാരണം ഓരോരുത്തരെയും ഫിംഗർ പ്രിന്റും ഫേസ് ഐഡിയോ ഒക്കെ വെരി വെരി യുണീക്ക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വെരി സെക്യൂർ ആണത്.
പിന്നെ ഇതിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന് പ്രൈവസിയാണ്. കാരണം ഇപ്പൊ ഒരു കമ്പനി, ആ കമ്പനിയിൽ നമ്മളെ ഫേസ് ഐ ഡി, നമ്മുടെ ഫിംഗർ പ്രിന്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് നമ്മുടെ ഫേസ് ഐ ഡിയും ഫിംഗർ പ്രിന്റ് ഒക്കെ വേറെ എന്തെങ്കിലും കാര്യത്തിൽ യൂസ് ചെയ്തൂടെ? മനസ്സിലായി? ഇതൊക്കെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് പോകണോണ്ടല്ല ഇങ്ങനെ പോണത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കമ്പനികളിലൊക്കെ നമ്മൾ ജോയിൻ ചെയ്യണ സമയത്ത് നമ്മുടെ ഫിംഗർ പ്രിന്റും ഫേസ് ഐ ഡിയും, അതായത് നമ്മുടെ ബാങ്കിങ് ആപ്പുകളിലൊക്കെ നമ്മുടെ ഫിംഗർ പ്രിന്റും ഫേസ് ഐ ഡി ഒക്കെ നമ്മൾ ബാങ്കിങ് ആപ്പുകൾക്ക് കൊടുക്കണ്ടല്ലോ. അപ്പൊ പ്രൈവസി ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ പിന്നെ നമ്മളെ ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിലൊക്കെ ലീഗലി ഭയങ്കരമായിട്ട് ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുനടക്കുന്നതുകൊണ്ടാണ് ബാങ്കിങ് ആപ്പുകളൊക്കെ ഇത് അത്രയും സെക്യൂർ ആയിട്ട് കൊണ്ടുനടക്കുന്നത്. ഓക്കെ. പിന്നെ ഹാർഡ്വെയർ ഇഷ്യൂസ്, ഇതിൽ വരുന്ന മറ്റൊരു പ്രോബ്ലം ആണ് ഹാർഡ്വെയർ ഇഷ്യൂസ് അല്ലെ. സ്വാഭാവികമായിട്ടും നമ്മള് ഫിംഗർ പ്രിന്റ് വെക്കുന്ന ആ ബയോമെട്രിക് മെഷീൻ ഉണ്ടല്ലോ, പഞ്ചി മെഷീൻ ചിലപ്പോൾ കേടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, അന്ന് പഞ്ച് ഔട്ട് ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ മൊബൈലിന്റെ ഫിംഗർ പ്രിന്റ് വെക്കണ സ്ഥലം എന്ത് ചെയ്തു, കേട് വന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യില്ല, കാരണം ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പൊ ഒരു ദിവസം നമ്മൾ നോക്കിയ സമയത്ത് ഫിംഗർ പ്രിന്റ് വെക്കണ സ്ഥലം എന്തായി, കേടായി കിടക്കാണ്. അപ്പൊ പിന്നെ നമുക്ക് അന്ന് ലോഗിൻ ചെയ്യാൻ കഴിയില്ല. അപ്പൊ അങ്ങനത്തെ ഹാർഡ്വെയർ ഇഷ്യൂകൾ മൂലം നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവിക്കാം. അപ്പൊ എല്ലാ സാധനത്തിനും അഡ്വാൻറ്റേജ് ഉണ്ടാവുന്നതിനൊപ്പം തന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവുന്നത് സ്വാഭാവികമാണല്ലോ അല്ലെ. ഒരു കത്തി കൊണ്ട് നമുക്ക് ഒരാളെ കൊല്ലാനും പറ്റും, ആ കത്തി കൊണ്ട് ഒരു ആപ്പിൾ മുറിക്കാനും പറ്റും, അതുപോലെ തന്നെ. ഓക്കെ. പിന്നെ റിസ്ക് ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ കോണ്ടെക്സ്റ്റ് ആൻഡ് ബിഹേവിയർ ചെക്സ്. അപ്പൊ ഈ റിസ്ക് ബേസ്ഡിന്റെ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ചില സമയത്ത് കണ്ടിട്ടുണ്ടാവും, ചില വെബ്സൈറ്റിലേക്ക് കയറുന്ന സമയത്ത് ത്രെറ്റ് ഫൗണ്ട് എന്ന് ഇങ്ങനെ കാണിക്കും ഒരു നോട്ടിഫിക്കേഷൻ. അഥവാ ഈ വെബ്സൈറ്റിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള മാൽവെയറുകൾ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഈ വെബ്സൈറ്റിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ട രീതിയിലാണ് ഈ ത്രെറ്റ് ഫൗണ്ട് എന്ന നോട്ടിഫിക്കേഷൻ നോർമലി കാണിക്കാറുള്ളത്. അപ്പൊ ഇത്തരത്തില് നമ്മളെ കമ്പനികളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ്, എപ്പോഴും നമ്മുടെ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ നമ്മുടെ സ്ക്രീനിൽ വരുന്ന ഓരോ ഇൻഫർമേഷനും അതിങ്ങനെ ഓരോ ടൈമിലും ഇങ്ങനെ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഇൻഫർമേഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഈ വെബ്സൈറ്റിൽ എന്തെങ്കിലും മാൽവെയർ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നവൽകൃതമായ എന്തെങ്കിലും കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ. ഇത് ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണിങ് ആയിരിക്കും കേട്ടോ, നമ്മൾ അറിയണ്ടാവില്ല. ഇത് ഇപ്പൊ നമ്മൾ മൊബൈൽ യൂസ് ചെയ്യണ സമയത്തൊക്കെ തന്നെ ചില സമയത്ത് നിങ്ങൾക്ക് വാർണിംഗ് ഒക്കെ വരുന്നുണ്ടാവും, ചില എന്തെങ്കിലുമൊക്കെ ഓപ്പൺ ആക്കണ സമയത്ത്. അപ്പൊ അതൊക്കെ സംഭവം ഇതാണ് സംഭവം വർക്ക് ചെയ്യണത്. അഥവാ നമ്മുടെ മൊബൈലുകൾ അതുപോലെ നമ്മുടെ ലാപ്ടോപ്പുകളൊക്കെ എപ്പോഴും ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ സാധനം, ഈ വെരിഫിക്കേഷൻ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ റിസ്ക് ബേസ്ഡ് മെത്തേഡ് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവർ ഓരോ ഈച്ച് ആൻഡ് എവരി ഡാറ്റ അവരിങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലേ. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഫർദർ മെത്തേഡ്സുകൾ നമ്മൾ എന്ത് ചെയ്യുക, കൊണ്ടു നടക്കുന്നതാണ്. അപ്പൊ അതാണ് റിസ്ക് ബേസ്ഡ് മെത്തേഡ്. ഇതെന്ത് ചെയ്യും, ഡിറ്റക്ട് സസ്പീഷ്യസ് ലോഗിൻ. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സസ്പീഷ്യസ് സംശയാലുപരമായ എന്തെങ്കിലും ലോഗിൻ അറ്റംപ്റ്റുകളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇടയ്ക്ക് കിട്ടുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങള് കോളേജിൽ വന്നതിന് ശേഷം മെയിൽ ഐ ഡി യൂസ് ചെയ്യുന്ന സമയത്ത് വീട്ടിൽ വന്ന് പോയി നോക്കണ സമയത്ത് ഉണ്ടാവും നിങ്ങളെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കണോ, ഒരു സസ്പീഷ്യസ് അറ്റംപ്റ്റ് നടന്നു. കാരണം നോർമലി നിങ്ങൾ ജിമെയിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മൊബൈലിനായിരിക്കും. അപ്പൊ ആ ഡിവൈസിൽ നിന്ന് മാറി ഏതെങ്കിലും ഒരു കുറെ ദൂരത്തൊക്കെ ഉള്ള ഒരു പുതിയൊരു ഡിവൈസിൽ നിങ്ങൾ ലോഗിൻ നടക്കുന്ന സമയത്ത് ഗൂഗിൾ അത് സംശയിക്കും. കാരണം നോർമലി നമ്മളെ യൂസർ ഈ അയാളുടെ പേഴ്സണൽ ലാപ്ടോപ്പിലും അതുപോലെ തന്നെ ഫോണിലുമായിരുന്നു ജിമെയിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം ഇയാൾ എന്ത് ചെയ്യാണ്, വേറൊരു കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ ലോഗിൻ ചെയ്യണ കണ്ടുകഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഗൂഗിൾ സംശയിക്കും. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇത്തരത്തിൽ അത്രയും നമ്മുടെ ഡാറ്റകൾ ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് നിങ്ങൾ തന്നെ സ്ഥിരം നിങ്ങൾ റിയൽ ലൈഫിൽ അനുഭവിച്ച് സംഭവിക്കും. കാരണം മെയിൽ ഐ ഡി, നമ്മളെ മെയിൽ ഐ ഡിയിലേക്കാണ് ഇത് നോട്ടിഫിക്കേഷൻ വരിക, ഒരു സസ്പീഷ്യസ് അറ്റംപ്റ്റ് നോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പറഞ്ഞിട്ടൊരു മെസ്സേജ് നിങ്ങൾ കാണലുണ്ടോ. ഓക്കെ. അപ്പൊ അതൊക്കെ നടക്കുന്നത്, അതൊക്കെ അതിന്റെയൊക്കെ പിന്നിലുള്ള സംഭവങ്ങൾ ഇതൊക്കെയാണ് ചെയ്യാൻ മനസ്സിലാക്കുക. അപ്പൊ അത് ഒരു റിസ്ക് ബേസ്ഡ് മെത്തേഡ് ആണ്. അത് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണിങ് ആയിരിക്കും എപ്പോഴും. അപ്പൊ ഇവരെന്ത് ചെയ്യും, എന്തെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള മാൽ പ്രാക്ടീസുകളോ അല്ലെങ്കിൽ സസ്പീഷ്യസ് അറ്റംപ്റ്റുകളോ കണ്ട് എന്ത് ചെയ്യും, അവര് ഇത് നോട്ടിഫൈ ചെയ്ത് നമ്മളെ എന്ത് ചെയ്യും, അറിയിക്കും എന്നുള്ളതാണ്. അപ്പോൾ നോർമലി ഇപ്പൊ ഗൂഗിളിലൊക്കെ അങ്ങനെ സസ്പീഷ്യസ് അറ്റംപ്റ്റ് നടന്നു കഴിഞ്ഞാൽ അവർ പാസ്വേഡ് മാറ്റാനൊക്കെയാണ് സിമ്പിൾ ആയിട്ട് പറയാറുള്ളത്. പക്ഷെ പിന്നെ നമുക്കറിയാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ കോളേജിൽ നിന്ന് യൂസ് അപ്പൊ ലൊക്കേഷനൊക്കെ കാണിക്കുമല്ലോ, സസ്പീഷ്യസ് അറ്റംപ്റ്റിന്റെ റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ ലൊക്കേഷനൊക്കെ കാണിക്കും, ഏത് ലൊക്കേഷനിൽ ഏത് ടൈമിലാണ് ഏത് വിൻഡോസിലാണ്, പിന്നെ ആ വിൻഡോസ് ഓണറിന്റെ പേരെന്നൊക്കെ കാണിക്കും ഈ വന്ന മെയിലിൽ. ഓക്കെ. ഇതിന്റെ വേറൊരു ബുദ്ധിമുട്ട് വരുന്നത്, ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ നീഡ്സ് എക്സ്റ്റെൻസീവ് ഡാറ്റ എന്നുള്ള. കാരണം നമുക്ക് അത്രയും ഡാറ്റ ഇവിടെ ആവശ്യമാണ് അല്ലെ. കാരണം ഒരുപാട് ലോട്ട് ഓഫ് ഡാറ്റ, കാരണം ഇത്രയും ഇയാൾ ഉപയോഗിക്കുന്ന ഓരോ സോഫ്റ്റ്വെയറിന്റെ ഉള്ളിലെയും ഓരോ വെബ്സൈറ്റിന്റെ ഉള്ളിലും ഡാറ്റകൾ മൊത്തം നമ്മളിങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് എവിടെയാണ് ഇതിന്റെ പ്രശ്നം വരാൻ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അത്രയും ഡാറ്റകൾ ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് നമുക്ക് അത്രയും വലിയൊരു സെർവറും കപ്പാസിറ്റിയും അത്രയും വലിയൊരു കോസ്റ്റും ഒക്കെ ഇതിന്റെ പിന്നിൽ ആവശ്യമായിട്ടുണ്ട്. അപ്പൊ അത് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ.
ഇനി ഇതിന്റെ മൊത്തത്തിലൊരു റീക്യാപ്പ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതും കൂടി നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു ഏകദേശം. റീക്യാപ്പ് പറഞ്ഞാൽ എന്താണ് ഒതന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഒതന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ് ആണ്. അപ്പൊ ഇത് യൂസ് ചെയ്യുന്ന യൂസർ അയാൾ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് ഒതന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. ഈ ഒതന്റിഫിക്കേഷൻ നമ്മൾ പല ടൈപ്പ് ഓഫ് മെത്തേഡുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് ചില സമയത്ത് എന്താവാം, പാസ്വേഡ് ഉപയോഗിച്ചിട്ടാവാം, അല്ലെങ്കിൽ ചില സമയത്ത് എന്താവാം നമ്മൾ ടോക്കൺ ബേസ് ആവാം, ചില സമയത്ത് ബയോമെട്രിക് ആയില്ലേ ഫേസ് ഐഡിയോ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റോ യൂസ് ചെയ്തിട്ട്, അപ്പൊ ഫിംഗർ പ്രിന്റ് യൂസ് ചെയ്യുന്നത് ഇയാൾ തന്നെയാണ് നമുക്ക് ഉറപ്പ് വരുത്താലോ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ബയോമെട്രിക് ആവാം. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള മെത്തേഡുകൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സെക്യൂരിറ്റി ഹയറാർക്കികൾ അല്ലെ, ഹയറാർക്കി എന്ന് നിങ്ങൾക്കറിയാം, അഥവാ വലിയ ആളിൽ നിന്നും ചെറിയ ആളിലേക്കുള്ള ആ ഒരു ഓർഡർ ഉണ്ടല്ലോ, അതാണ് ഹയറാർക്കി. അപ്പൊ ഏറ്റവും നല്ല സെക്യൂരിറ്റി മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, MFA ആണ്. കാരണം MFA എന്ന് പറഞ്ഞാൽ പാസ്വേഡിന്റെ ഒപ്പം തന്നെ ടോക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും ബയോമെട്രിക്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഏറ്റവും ലോ സെക്യൂരിറ്റി കുറഞ്ഞത് SFA ആണ്, സിംഗിൾ ഫാക്ടർ ഒതന്റിഫിക്കേഷൻ ആണ്. അവിടെ നമ്മളൊരു പാസ്വേഡ് മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, യൂസ് ചെയ്യുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും പാസ്വേഡ് തന്നെ മോഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് മൊത്തത്തിൽ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ നിന്ന് പോകും. മറ്റോടത്ത് ഇനി ഇതിന്റെ മുകളിൽ വേണമെന്നാണ് എന്ത്, 2FA, ടു ഫാക്ടർ ഒതന്റിഫിക്കേഷൻ, പാസ്വേഡിന്റെ ഒപ്പം എന്തെങ്കിലും OTP എന്തെങ്കിലും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി മനസ്സിലാവാത്ത എന്തെങ്കിലും കോൺസെപ്റ്റ് ഈ വീഡിയോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്താൽ മതി. നിങ്ങൾ യൂട്യൂബ് ആണല്ലോ, അപ്പൊ ഒന്ന് ജസ്റ്റ് റീവൈൻഡ് ചെയ്ത് ഒന്നും കൂടി എന്തെങ്കിലും കേട്ടോ, അപ്പൊ മനസ്സിലാവുന്നതാണ്. ഓക്കെ.